ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ വെൽഡിംഗ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വെൽഡിങ്ങിൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെൽഡിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ ടൈപ്സ് ഓഫ് വെൽഡിംഗ് ജോയിൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് വെൽഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് 5 ടൈപ്പ് ജോയിൻറ്റ്സ് ഉള്ളത് പറഞ്ഞു. ബഡ് ജോയിൻ്റ് ഉണ്ട്, ലാപ്പ് ജോയിൻ്റ് ഉണ്ട്, ടീ ജോയിൻ്റ് ഉണ്ട്, കോർണർ ജോയിൻ്റ് ഉണ്ട്, എഡ് ജോയിൻ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് അതിൻ്റെ ഫിഗറും എങ്ങനെയാണ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ചു വെൽഡിംഗ് പൊസിഷനെ കുറിച്ച്. വെർട്ടിക്കൽ, ഓവർ ഹെഡ്, ഫ്ലാറ്റ് വെൽഡിങ്, എന്തോ ഡിഫറെൻറ്റ് പൊസിഷൻസ് വെൽഡിങ്ങിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനുശേഷം ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് ഒരു വെൽഡിങ്ങിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ മെഷർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചായിരുന്നു പിന്നെ നമ്മൾ ഡിസ്കസ്. അതായത് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എന്തെല്ലാമാണെന്ന് കാര്യങ്ങളായിരുന്നു അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് വെൽഡിങ്ങിലെ എന്താണ് ആർക്ക് വെൽഡിങ് എന്ന് പറഞ്ഞു. ആർക്ക് വെൽഡിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് ആർക്ക് വെൽഡിങ് എന്നുള്ളൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനുമായി പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രിക് ആർക്ക് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിക് ആർക്ക് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തു ടൈപ്സ് ഓഫ് ഇലക്ട്രോഡിനെ കുറിച്ച്. നമ്മൾ വെൽഡിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടൈപ്സ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത് പറഞ്ഞു, കൺസ്യൂമബിളും നോൺ കൺസ്യൂമബിളും. ദെൻ അതിന് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ പഠിച്ചു എന്താണ് ആർക്ക് ഷീൽഡിങ്. വളരെ ഒരു പുറത്ത് കൊടുക്കുന്ന ഒരു കോട്ടിങ്ങിനെയാണ് നമ്മൾ ആർക്ക് ഷീൽഡിങ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഫ്ലെക്സ്, നമ്മൾ അഡിറ്റീവായി ആഡ് ചെയ്യുന്നൊരു മെറ്റീരിയൽസാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഒരു വെൽഡിങ്ങിനെ കുറിച്ച് വേണ്ട അത്യാവശ്യം ഒരു വെൽഡിങ്ങിനെ കുറിച്ച് പറയേണ്ട ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെൽഡിങ്ങിനാണ്. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് എന്താണ് വെൽഡിങ്ങിൽ വരുന്ന കുറച്ച് ഡിഫക്ട്സിനെ കുറിച്ച് പറയും. ദെൻ നമ്മൾ ആർക്ക് വെൽഡിങ് തുടങ്ങുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു വെൽഡ് പ്രൊഫൈലും വെൽഡിങ് ടെർമിനോളജിയോസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു വെൽഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെൽഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വെൽഡ് പ്രൊഫൈൽ ഈസ് എ ഇമ്പോർട്ടൻറ്റ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ദ സ്ട്രെങ്ത് ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ വെൽഡ്. അതൊരു ഒരു വെൽഡിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന സ്ട്രെങ്ത്തും അതിൻ്റെ അപ്പിയറൻസും കാര്യങ്ങളെക്കുറിച്ചാണ്. ബട്ട് ഓൾസോ ബിക്കോസ് ഇറ്റ് ക്യാൻ ബി indicate incomplete fusion or presence of slag inclusions in the multiple layers weld. അതായത് ഒരു വെൽഡ് നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെയേഴ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ലെയേഴ്സിലൊക്കെ ചില കാര്യങ്ങൾ കുറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വല്ല ചില ഡിഫക്ട്സും കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ വരുന്ന ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയ ഡിഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അണ്ടർ കട്ടിങ്, സെക്കൻഡ് അണ്ടർ ഫില്ലിങ്, സെക്കൻഡ് വൺ ഈസ് അണ്ടർ കട്ടിങ് ആൻഡ് തേർഡ് വൺ ഈസ് ഓവർലാപ്പിംഗ്. അപ്പം ഇത് ജസ്റ്റ് എന്താണ് ഒരു വെൽഡിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ആദ്യത്തെ ഫിഗർ കണ്ടുതാ ഈ ഫിഗർ. അതായത് ഇതാണ് ഒരു അണ്ടർ കട്ടിങ്ങിനെ അണ്ടർ ഫില്ലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഫിഗർ. ഇതാണ് വെൽഡ് പ്രോപ്പറായിട്ട് നടക്കില്ല. വെൽഡിങ് പ്രോപ്പറായി നടക്കും, പക്ഷേ അതിൽ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത് പ്രോപ്പർ ആവില്ല. അപ്പോൾ അവിടെ കുറച്ച് മെറ്റീരിയലിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളും വരുമ്പോൾ അവിടെ ഒരു മെറ്റീരിയൽ ഷോർട്ടേജ് വരുമ്പോൾ അതിനെയാണ് അണ്ടർ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ അണ്ടർ ഫില്ലിംഗ് ഈസ് ദ റിസൾട്ട് വെൻ ദ ജോയിൻറ്റ് ഈസ് നോട്ട് ഫിൽഡ് വിത്ത് പ്രോപ്പർ എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റീരിയൽ. പ്രോപ്പർ എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റീരിയൽ അവിടെ വരില്ല. കണ്ടോ, ഇവിടെ മുകളിലൊരു ലെയർ കണ്ടില്ല, ഡോട്ടഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യാത്ത പോർഷൻ്റെയാണ്. അവിടെയാണ് നമ്മൾ അണ്ടർ ഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വരുന്നത്. അതായത് പ്രോപ്പറായി ഫില്ല് ചെയ്യാത്ത പ്ലേസിനെയാണ് അണ്ടർ ഫിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ക്രാക്സും അതുപോലെ ഒരുപാട് പോരായ്മകൾ വന്നിട്ട് അതിൻ്റെ ഡിഫക്റ്റ് വരാനുള്ള സ്ട്രെങ്ത്, അപ്പോൾ ഇതിൻ്റെ വെൽഡിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ ഞാൻ ബേസ് മെറ്റലിൻ്റെ ഇൻക്ലൂഷൻ അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ബേസ് മെറ്റൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതിനെയാണ് നമ്മൾ അണ്ടർ ഫില്ലിങ് പറയുന്നത്. പ്രോപ്പറായിട്ട് മെറ്റീരിയൽ ഇറങ്ങില്ല, അതിനെയാണ് നമ്മൾ അണ്ടർ ഫില്ലിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് അണ്ടർ കട്ടിങ്. അണ്ടർ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ദ റിസൾട്ട് ഫ്രം ദ മെൽറ്റിംഗ് എവേ ഓഫ് ദ ബേസ് മെറ്റൽ ആൻഡ് ദ കോൺസിക്വൻറ്റ് ജനറേഷൻ ഓഫ് എ ഗ്രൂവ് ഇൻ ദ ഷേപ്പ് ഓഫ് ഷാർപ്പ് റിസസസ് ഓർ നോച്ച്. അതായത് ഒരു ഷാർപ്പ് നോച്ചസോ അങ്ങനെ ആയിട്ട് ഫോം ചെയ്യും. അതാണ് ഫിഗർ ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൽ പ്രോപ്പറായിട്ട് മെറ്റീരിയൽ ഫില്ലും ചിലപ്പോൾ ഓവറാവും. അപ്പോൾ ചില ഭാഗത്ത് ഇങ്ങനെ കുഴിഞ്ഞ രീതിയിലൊക്കെ കിടക്കും, ഒരു അണ്ടർ കട്ട് മാതിരി. അതുപോലെ അടിയിൽ കണ്ടോ ഗ്രൂവ് മാതിരിയൊക്കെ വന്നിരിക്കുന്നുണ്ടോ.
അതേ എമൗണ്ട് ചിലപ്പോൾ ചില ഭാഗത്ത് കൂടി വരും. അങ്ങനെ വരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ അണ്ടർ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ഇഫ് ദ ഡീപ്പ് ഓർ ഷാർപ്പ് ആൻഡ് അണ്ടർ കട്ട് ക്യാൻ ബി ആക്ട് ആസ് എ സ്ട്രെസ് റൈസസ് ആൻഡ് ക്യാൻ ബി റെഡ്യൂസ് ദ ഫാറ്റിക് സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ്. ഇൻ സച്ച് എ കേസ് ഇറ്റ് മേ ലീഡ് ടു പ്രിമേജ് ദ ഫെയിലിയേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനാണ് നമ്മൾ അണ്ടർ കട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഓവർലാപ്പിംഗ്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ സർഫസ് ഡിസ്കണ്ടിന്യൂറ്റി. അതിനെ നമ്മൾ മറ്റേ ബി ആണ് പറഞ്ഞത്. അതായത് സർഫസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഡിസ്കണ്ടിന്യൂറ്റി, ചില ഭാഗത്ത് കൂടുതൽ ചില ഭാഗത്ത് കുറവ്, അങ്ങനത്തെ കണ്ടില്ല, അങ്ങനത്തെ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നതിനെയാണ് നമ്മൾ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഫിഗർ ബിയിൽ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ പോർഷൻ, അടിയിലെ പോർഷനാണ് നമ്മൾ അണ്ടർ കട്ടിംഗ് എന്ന് പറഞ്ഞു വരുന്നത്, മുകളിലത്തെയാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. Usually it's caused by poor welding practice or by the selection of ഇംപ്രോപ്പർ മെറ്റീരിയൽ, അതായത് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ വെൽഡിങ് അറിയാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. ഗുഡ് വെൽഡ്, ഇത് ഇനി നല്ലൊരു വെൽഡിങ്ങിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു വെൽഡിങ്ങിൻ്റെ ഫിഗറാണ് നമ്മൾ സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു പ്രോപ്പർ വെൽഡിങ്. എല്ലാ സ്ഥലത്തും ഈക്വൽ എമൗണ്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടില്ല നിങ്ങൾ, വളരെ സ്മൂത്ത്, ഇതിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, അതുപോലെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് നമ്മളൊരു വെൽഡ് പ്രൊഫൈലിൽ അവിടെ ഉണ്ടാകുന്ന ചില 3 പ്രധാന ഡിഫക്റ്റായ അണ്ടർ ഫില്ലിംഗ്, അണ്ടർ കട്ടിംഗ് ആൻഡ് ഓവർലാപ്പിംഗ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരു ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ, ഈ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ സെക്കൻഡ്, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്താണ് വെൽഡബിലിറ്റി. വെൽഡബിലിറ്റി നമ്മളൊരു എന്താണ് പറയുക, വെൽഡബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ വെൽഡബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എനി മെറ്റീരിയൽസ്, അതായത് യൂഷ്വലി നമ്മൾ മെറ്റൽസിൻ ആൻഡ് ഇറ്റ്സ് അലോയ്സിനാണ് മെറ്റീരിയൽ ടു വെൽഡ് വിത്ത് സിമിലർ, അതായത് അതേ മെറ്റീരിയലായിട്ട് നമ്മൾ വെൽഡ് ചെയ്യുന്നതിനെയാണ് വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. അതായത് വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു യൂഷ്വലി മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് അലോയ് ടു വെൽഡ് വിത്ത് സിമിലർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, the weldability of any material help to determine which the welding process is appropriate for the material and also help the inspection of the final weldability. അതായത് വെൽഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയൽ, ഒരു സാധനം വെൽഡ് ചെയ്യാണ്ട് അതിന് പ്രോപ്പറായിട്ട് മെറ്റീരിയൽ കൊണ്ട് തന്നെ അതിനെ വെൽഡ് ചെയ്യുക. ദെൻ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ഇൻസ്പെക്ഷനും കാര്യങ്ങളും നടത്തിയിട്ട് അതിൻ്റെ വെൽഡിൻ്റെ ക്വാളിറ്റിയെ നമ്മൾ കൃത്യമായി സ്റ്റഡി ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വെൽഡബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയണത് എന്താ, ദ വെൽഡിംഗ് ക്രിയേറ്റ് എ സ്ട്രോങ് പെർമനൻറ്റ് ജോയിൻറ്റ് ആൻഡ് ദ വെൽഡിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദ മെനി ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ വെൽഡിംഗ് ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള പെർമനൻറ്റ് ജോയിൻറ്റിനെയാണ് നമ്മൾ വെൽഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ വെൽഡിംഗ് പ്രോസസ് ഈ വെൽഡിംഗ് പ്രോസസ്സ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻക്ലൂഡിങ് എയറോസ്പേസ്, ഓട്ടോമോട്ടീവ്, ഷിപ്പ് ബിൽഡിങ്ങിലൊക്കെ വളരെയധികം, ഷിപ്പ് ബിൽഡിങ്ങിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ വെൽഡിങ്ങിനാണ് വരുന്നത്. അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള വെൽഡിങ്, അതിന് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ അമേരിക്കൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കൺസ്ട്രക്ഷൻ പർപ്പസ് ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഈ വെൽഡിംഗ് ആണ് കൂടുതൽ യൂസ്. അതുകൊണ്ട് തന്നെ അവിടെ വെൽഡബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെൽഡബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെറ്റീരിയൽ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ വിച്ച് ദ വെൽഡിംഗ് പ്രോസസ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ദാറ്റ് മെറ്റീരിയൽ ആൻഡ് ഓൾസോ ദ ഹെൽപ്പ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ ഫൈനൽ വെൽഡ് ക്വാളിറ്റി. അതാണ് ഈ ഒരു പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വെൽഡബിലിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളെ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺസ്യൂമബിൾ ഇലക്ട്രോൺസ് ആണ്. അതായത് ഇലക്ട്രോൺസ് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ആർക്ക് വെൽഡിങ്ങിൻ്റെ സെക്ഷനിൽ പഠിക്കാനുള്ളത് മെയിനായിട്ട് 5 ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് അഥവാ SMAW എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതായത് GMAW എന്നാണ് എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ് FCAW, അതാണ് മൂന്നാമത്തത്. ദെൻ നാലാമത്തത് ഇലക്ട്രോ ഗ്യാസ് വെൽഡിങ്. ദെൻ അഞ്ചാമത് പറയുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് അഥവാ
സോ SAW എന്നാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 3 ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ദെൻ അടുത്ത ക്ലാസ്സിൽ ബാക്കി 2 ദെൻ അടുത്ത ടൈപ്പ് ഓഫ് വെൽഡിങ് ദാറ്റ് ഈസ് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 3 ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആൻഡ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. ഇതിനാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനാണ് SMAW എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ SMAW എന്നേ പറയുള്ളൂ, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുള്ളൂ. അപ്പം ആ പേരും നിങ്ങൾ നോട്ടീസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസസ് എ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഇത് മെയിൻ യൂസ് ചെയ്യുന്നത്. കൺസിസ്റ്റിംഗ് ഓഫ് എ ഫില്ലർ മെറ്റീരിയൽ റോഡ് കോട്ടഡ് വിത്ത് കെമിക്കൽ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് എ ഫ്ലക്സ് ആൻഡ് ഷീൽഡിങ്. അതായത് ഫ്ലക്സിനോട് കൊടുത്തിട്ടുണ്ടാവും, അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു വെൽഡിങ്ങിനെയാണ് നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. സംടൈംസ് ഇതിനെ വേറൊരു പേരിൽ അറിയും, ദാറ്റ് ഈസ് സ്റ്റിക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. ഇനി നമുക്കതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഡയഗ്രമാറ്റിക് ഫിഗേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. താഴത്തെ ഒരു ബേസ് മെറ്റൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് വെൽഡ് ചെയ്യേണ്ടത്. ദെൻ ഒരു മോൾട്ടൻ വെൽഡ് മെറ്റീരിയൽസ്, അതാണ് അവിടെ നമ്മൾ പ്രോപ്പറായിട്ട് വെൽഡ് ചെയ്യേണ്ട അവിടെയാണ്. ദെൻ ഇതിൽ മെറ്റീരിയൽ സോൾഡിഫൈ ആയ മെറ്റീരിയൽ നിങ്ങൾ കാണുന്നുണ്ട്, അതായത് നമ്മൾ ആർക്ക് കൊടുത്തിട്ട്. ദെൻ ഇവിടെ ഒരു സ്ലാഗ് ഫോം ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ട്. ദെൻ ഇതൊരു ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ഇലക്ട്രോണാണ്. ഈ ഇലക്ട്രോഡിൻ്റെ പുറത്ത് നമ്മളൊരു ഇലക്ട്രോഡ് കോട്ടിങ്ങോ അതൊരു ഫ്ലക്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഇലക്ട്രോഡ് നമ്മളൊരു പവർ സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു പവർ സപ്ലൈക്ക് നമ്മൾ യൂഷ്വലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ എക്സാമിനൊന്നും എഴുതിയില്ല, ഇനിയുള്ള എക്സാമിനെങ്കിലും നിങ്ങൾ ഫിഗർ വരയ്ക്കുക, അതിൻ്റെ പാർട്സ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. ദെൻ ഓരോ പാർട്സിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളൊക്കെ എഴുതുക, എന്തിനാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ അതിൻ്റെ വർക്കിംഗ്, അങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എക്സാമിന്. ഓക്കെ, അപ്പം ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു പവർ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ഇലക്ട്രോഡ്. ദെൻ നമ്മളവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോഡിൻ്റെ മുകളിലുള്ള ഫ്ലക്സ് ഉരുകി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്യാസ്, ഒരു ഇലക്ട്രോഡ് കോട്ടിങ്ങിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്യാസ് വരും. ആ ഗ്യാസ് നമ്മളെ ഒരു ഷീൽഡഡ് മാതിരി ഈ ഒരു പോർഷനെ കവർ ചെയ്യും. ഈ ഷീൽഡഡ് മാതിരി കവർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്സൈഡ്സും ഈ മെറ്റീരിയൽ ഓക്സൈഡ്സ് പുറത്തുള്ള ഓക്സൈഡ്സ് ആയിട്ട് പ്രവർത്തിക്കാതിരിക്കാൻ, അതായത് അതിനായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീൽഡഡ് കോട്ടിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പുറത്തുള്ള മെറ്റീരിയൽ അങ്ങനെ പ്രവർത്തിച്ച് ഓക്സൈഡായിട്ട് ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെൽഡിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കുറയും ചെയ്യും. ദെൻ ഇതിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ മെറ്റൽ മെൽറ്റാവും. ദെൻ നമ്മൾ ഈ ഇലക്ട്രോഡ് എന്നുള്ള ഒരു സാധനം ഉരുകിയിട്ട് ഇതിലേക്ക് ഫില്ലാവും. ദെൻ ആ സാധനത്തിനെ സോൾഡിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഷീൽഡഡിലോണ്ട് പുറത്തോട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് സോൾഡിഫൈ ചെയ്യും. എന്നിട്ട് വെൽഡ് ജോയിൻറ്റ് സെറ്റാവും ചെയ്യും. അപ്പോൾ ഇതിന് വളരെയധികം നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിനെയാണ് നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന് ഉള്ളത് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് നമ്മൾ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതുപോലെ പോർട്ടബിളാണ് ആൻഡ് അതുപോലെ വലിയ എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് മെറ്റൽസ്. ഏത് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസിനാണ് നമുക്ക് ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദെൻ വെൽഡിംഗ് പൊസിഷൻസ് ആൻഡ് ഇലക്ട്രോഡ്സ് ആർ അപ്ലിക്കബിൾ. ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പൊസിഷൻസ് ഇലക്ട്രോഡ്സ് ആർ നമ്മൾ എല്ലാ കാര്യത്തിലും ഇതൊരു അപ്ലിക്കബിൾ ആണ്. ദെൻ സൂട്ടബിൾ ഫോർ ഔട്ട്ഡോർ ആപ്ലിക്കേഷൻ. മെയിനായിട്ട് ഇത് ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് ദ പ്രോസസ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ഡ്യൂ ടു ദ ലിമിറ്റഡ് ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്സ്. ഈ ഒരു പ്രോസസ്സ് ഡിസ്കണ്ടിന്യൂസ് ഡ്യൂ ടു ദ ലിമിറ്റഡ് ലെങ്ത് ഓഫ് ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോണിൻ്റെ ലെങ്ത്ത് വളരെ ഷോർട്ടായിരിക്കും, ഒരുപാട് ലെങ്ത്തുള്ള ഇലക്ട്രോഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറ്റേണ്ടി വരും കഴിയുന്നതിനനുസരിച്ച്. അതൊരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് തോന്നാം. ദെൻ സെക്കൻഡ് വൺ ഈസ് വെൽഡ് മേ കണ്ടെയ്ൻ സ്ലാഗ് ഇൻക്ലൂഷൻ. ഒരുപാട് സ്ലാഗ്സ് ഫോം ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് മറ്റൊരു ഡിഫിക്കൽറ്റിയാണ്. ദെൻ തേർഡ് വൺ ഈസ് ഫ്യൂംസ് മേക്ക് എ ഡിഫിക്കൾട്ട് ദ പ്രോസസ് കൺട്രോൾ. അതായത് ഫ്യൂംസ് കാര്യങ്ങൾ വരും, അതുകൊണ്ട് പ്രോസസ്സിന് ഒരു ഡിഫിക്കൽട്ടായിരിക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും വരുന്നത് ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ. ഓക്കെ,
ഇനി ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് യൂസ്ഡ് ഫോർ സ്റ്റീൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, കാസ്റ്റ് അയോൺസ് ആൻഡ് സെർട്ടൈൻ നോൺ ഫെറസ് അലോയ്സിന് കംപ്ലീറ്റ്ലി നമ്മൾ വെൽഡ് ചെയ്യാൻ ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ റിയർലി യൂസ്ഡ് അലൂമിനിയം ആൻഡ് ഇറ്റ്സ് അലോയ് കോപ്പർ. അതായത് അലൂമിനിയം, അതിൻ്റെ അലോയ്സ് കോപ്പർ, അലോയ്, ടൈറ്റാനിയം എന്നിവയൊക്കെ വെൽഡ് ചെയ്യാൻ നമ്മൾ ഇതല്ല യൂസ് ചെയ്യുക. അതിനാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ അടുത്ത ടൈപ്പ് ഓഫ് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അതുതന്നെയാണ് ഇതിൻ്റെ ആ ഒരു വെൽഡിങ് വരാനുള്ള മെയിനായിട്ടും ഉള്ള ഒരു റീസണും കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അപ്ലിക്കേഷനായിട്ട് പറയുന്നത്. മെയിനായിട്ട് സ്റ്റീലിൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാസ്റ്റ് അയോൺ, സെർട്ടൈൻ നോൺ ഫെറസ് അലോയ്സിന് കംപ്ലീറ്റ് വെൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അലൂമിനിയം ആൻഡ് കോപ്പർ അലോയ്സ് ആൻഡ് ടൈറ്റാനിയം എക്സെട്രയിൽ നമ്മൾ ഈ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് യൂസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് SMAW യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, GMAW എന്നാണ് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് യൂസസ് എ കൺസ്യൂമബിൾ. ഇതും നമ്മളൊരു കൺസ്യൂമബിൾ ടൈപ്പ് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇത് മെയിൻ ഒരു ഡിഫറൻസ് വരുന്നത് മറ്റേലൊരു നമ്മൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഇതിലൊരു വയേർഡ് ടൈപ്പ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസസ് എ കൺസ്യൂമബിൾ ബെയർ മെറ്റീരിയൽ വയേഴ്സ് ആൻഡ് ഇലക്ട്രോഡ് വിത്ത് ഷീൽഡിംഗ് ബൈ ഫ്ലൂയിഡിംഗ് ആർക്ക് വിത്ത് ഗ്യാസ്. അതായത് ഒരു ഇതിൽ വയർ ടൈപ്പ് ഇലക്ട്രോഡാണ്, അതിനെ നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഫ്ലക്സ് വെച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഫ്ലക്സ് വെച്ച് കോട്ട് ചെയ്തതിന് പുറമെ നമ്മളൊരു ഫ്ലൂയിഡിങ് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളതിൽ ഗ്യാസസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഓക്സൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഗ്യാസസും നമ്മൾ ഈ ഒരു വഴി കൊടുക്കും. അതാണ് ഈ സെപ്പറേറ്റ് ഒരു ആർഗൺ പോലത്തെ ഗ്യാസ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പോയിൻ്റായിട്ട് പറഞ്ഞാൽ വയർ ഈസ് ഫീഡ് കണ്ടിന്യൂസ്ലി. ഈ വയറിൻ്റെ ഫീഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ആയിരിക്കും ആൻഡ് ഓട്ടോമാറ്റിക്കലി ആയിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വെൽഡിങ് നമുക്കിവിടെ ഈ ഒരു ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ കാണാം. അതായത് കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിരിക്കും. ആർക്ക് വെൽഡിങ്ങിനെക്കാട്ടും ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് കുറച്ചും കൂടി ഫിനിഷിംഗ് കൂടും. ആൻഡ് വയർ ഫീഡ് കണ്ടിന്യൂസ്ലി ആൻഡ് ഓട്ടോമാറ്റിക് ഫ്രം ദ സ്പൂൾ ത്രൂ ദ വെൽഡിംഗ് ഗൺ. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ഷീൽഡിംഗ് ഗ്യാസസ് ഇൻക്ലൂഡ് ആർഗൺ ആൻഡ് ഹീലിയം ഫോർ അലുമിനിയം. മെയിനായിട്ട് നമ്മൾ അവിടെ പറഞ്ഞു അലുമിനിയം വെൽഡിംഗ് ഒന്നും നമുക്ക് ഈ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്. അപ്പോൾ അതിന് നമ്മൾ ഷീൽഡിംഗ് ഗ്യാസസ് നമ്മൾ കൊടുക്കുന്നത് ആർഗണും ഹീലിയാണ് ഫോർ അലുമിനിയം വെൽഡിംഗ് ആൻഡ് CO2. ഇത് നമ്മൾ സ്റ്റീൽ നമുക്കിത് ഇതിൽ വെൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ അലുമിനിയം വെൽഡിങ്ങും നമുക്ക് ഈ ഒരു ഗ്യാസ് വെൽഡിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അലുമിനിയത്തിൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ട് ആർഗണും ഹീലിയാണ് ഗ്യാസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സ്റ്റീൽ വെൽഡിങ്ങിൻ്റെ കേസിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമ്മൾ ഗ്യാസായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ബെയർ ഇലക്ട്രോഡ് വയേഴ്സ് പ്ലസ് ഷീൽഡിംഗ് ഗ്യാസസ് എലിമിനേറ്റ് ദ സ്ലാഗ് ഓർ ദ വെൽഡ് ബീഡ്. അതായത് ബെയർ ഇലക്ട്രോഡ്സ് വയറും പ്ലസ് ഷീൽഡിംഗ് ഗ്യാസസും നമുക്ക് ഈ സ്ലാഗ് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും ഈ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ഒരു ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലെന്താണ്, ഇതിലും ഫിഗറിന് ഏകദേശം ഒരു ബേസ് മെറ്റൽ ഉണ്ട്, ദെൻ ഒരു മോൾട്ടൺ വെൽഡ് മെറ്റൽ ഉണ്ട്, ദെൻ ഒരു സോൾഡിഫൈ ആയിട്ട് നിൽക്കുന്ന പോർഷൻ നിങ്ങൾ മെറ്റൽ ഹീറ്റ് വന്നിട്ട് അവിടെ മെൽറ്റായിട്ട് സോൾഡിഫൈ ചെയ്യുന്ന ഒരു റീജിയൻ നിങ്ങൾ കാണുന്നുണ്ട്. ദെൻ വെൽഡിൻ്റെ ഒരു ഡയറക്ഷൻ ഓഫ് ട്രാവൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്, കണ്ടോ ഈ ഡയറക്ഷനിലാണ് വെൽഡ് പോകുന്നത്. ദെൻ ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ഒരു ഫീഡ് ഫ്രം ദ സ്പൂൾ. ഇതാണ് ഒരു ഇലക്ട്രോഡ് ഒരു വയർഡ് ടൈപ്പ് ഇലക്ട്രോഡാണ്. ഇത് ഭയങ്കര നീളമായിരിക്കും, അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് വെൽഡിങ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന് കൂടെ നമ്മൾ ഇലക്ട്രോഡ് വയറാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഇതിൻ്റെ പുറത്ത് ഫ്ലക്സ് കോട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഷീൽഡിംഗ് ഗ്യാസസ് സെപ്പറേറ്റ് ഒരു പൈപ്പിലൂടെ നമ്മൾ ഇതിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇവിടെ നോസിലുണ്ട്, ആ നോസിൽ വഴിയാണ് ഈ ഗ്യാസസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ദെൻ ഇതൊരു പവർ സപ്ലൈയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. പവർ സപ്ലൈ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മൾ ഈ വയേർഡ് ഇലക്ട്രോഡ് ഇതിന് കോൺടാക്റ്റ് വരികയും അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഈ മെറ്റൽ വരികയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിലേക്ക് വരും. അതുപോലെ തന്നെ ഒരു ഷീൽഡിംഗ് ഗ്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നമ്മളൊരു ഷീൽഡഡ് ആയിട്ട് ഇതിൻ്റെ പുറത്ത് കവേർഡ് ആയിരിക്കും, അതായത് ഓക്സൈഡിന് പുറത്തേക്ക് റിയാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷീൽഡിംഗ് ഗ്യാസസ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ പറഞ്ഞ അതേപോലെ തന്നെ മെറ്റൽ മെൽട്ടാവും, ദെൻ അത് ജോയിൻ ചെയ്യും, സോൾഡിഫൈ ചെയ്ത് ജോയിൻ ചെയ്യും. ഈ ഒരു പ്രോപ്പർ
സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഷീൽഡിങ് ഗ്ലാസ് നമ്മൾ സെപ്പറേറ്റ് ഇതിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഷീൽഡിങ് ഗ്യാസ് ഒരു ഷീൽഡഡ് ആയിട്ട് ഇതിൻ്റെ ചുറ്റും കവർ ചെയ്ത് വെക്കും. അത് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഓക്സൈഡ്സ് ആയിട്ട് നമ്മളെ മെറ്റൽ കോണ്ടാക്റ്റ് വരാതിരിക്കാനാണ്. അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് വെൽഡിൻ്റെ ക്വാളിറ്റി പൂറായി പോകും. ഈ ഒരു സാധനം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീൽഡിങ് ഗ്യാസ് എക്സ്ട്രാ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോരാത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. അതുപോലെ ഈ ഇലക്ട്രോഡിന് ഭയങ്കര ലെങ്ത് ആയിരിക്കും. മറ്റേ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ കമ്പയർ ചെയ്തിട്ട് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഇലക്ട്രോഡിന് നീളം കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ വെൽഡ് ചെയ്ത് കിട്ടും. പോരാത്തിന് ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് വെൽഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അഡ്വാൻറ്റേജ് ഓവർ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് ഇത് എന്ന് പറഞ്ഞാൽ ബെറ്റർ ആർക്ക് ടൈം ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് വയർ ഇലക്ട്രോഡ് ആയതുകൊണ്ട് തന്നെ ബെറ്റർ ആർക്ക് ടൈം ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള കൊണ്ട് തന്നെ നമുക്ക് ടൈമിങ് വളരെയധികം ലാഭിക്കാൻ ചെയ്യും ഗ്യാസ് മെറ്റൽ. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഒരുപാട് ലെങ്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാം. സ്റ്റിക്ക് മസ്റ്റ് ബി പീരിയോഡിക് ചേഞ്ചസ് ഇൻ ഷീൽഡഡ് മെറ്റൽ. അതായത് പീരിയോഡിക്കായി ചേഞ്ചസ് ഉണ്ടാവും ഷീൽഡഡ് മെറ്റൽ കമ്പയർ ചെയ്തിട്ട് ഇതിന്. ബെറ്റർ യൂസ് ഓഫ് ഇലക്ട്രോഡ് ഫില്ലർ മെറ്റൽ ദാൻ, അതായത് ബെറ്റർ യൂസാണ് ഇതിൻ്റെ ഇലക്ട്രോഡ് ഫില്ലർ മെറ്റീരിയൽ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെക്കാട്ടും ബെറ്ററാണ്. ദ എൻഡ് ഓഫ് ദ സ്റ്റിക്ക് കനോട്ട് ബി യൂസ്ഡ് ടു ഷീൽഡഡ് മെറ്റൽ. അതായത് എൻഡ് ഓഫ് ദ സ്റ്റിക്ക് ഒരിക്കലും നമുക്ക് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെ യൂസ് ചെയ്യാം. ഇവിടെ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് യൂസ്ഫുള്ളായി മാറ്റാം. ദെൻ ഹയർ ഡിപ്പോസിഷൻ റേറ്റ് ഹയർ ആയിരിക്കും. ദെൻ എലിമിനേറ്റ്സ് ദ പ്രോബ്ലംസ് ഓഫ് സ്ലാഗ് റിമൂവൽ. നമുക്ക് സ്ലാഗ് റിമൂവ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഇവിടെ ഈ ഒരു കാരണത്തോടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ ക്യാൻ ബി റീഡിലി ഓട്ടോമാറ്റഡ്. ഇതൊരു ഓട്ടോമാറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെ അഡ്വാൻറ്റേജസും അതുപോലെ ഇതിന് പ്രിവിലേജ് കൂടുതലാണ് ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിന്. ഓക്കെ, അപ്പം ഇതിനാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. ദാറ്റ് ഈസ് കോൾഡ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്നാണ്. ഇതിനാണ്ടെന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഇറ്റ് യൂസസ് ആസ് എ കണ്ടിന്യൂസ് കൺസ്യൂമബിൾ ബെയർ വയർ ഇലക്ട്രോഡ്. ഇതിൽ നമ്മൾ ഒരു വയർഡ് ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. കൺസ്യൂമബിൾ ബെയർ വയർ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. വിത്ത് ആർക്ക് ഷീൽഡിംഗ് ബൈ കവർ ഓഫ് എ ഗ്രാനുലാർ ഫ്ലക്സ്. ഇതിൽ നമ്മൾ അവിടെ ഷീൽഡിങ്ങിൽ കൊടുക്കണം ബൈ കവർ ഓഫ് എ ഗ്രാനുലാർ ഫ്ലക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറഞ്ഞാൽ ദ ഇലക്ട്രോഡ് വയർ ഈസ് ഫീഡ് ഓട്ടോമാറ്റിക്കലി ഫ്രം ദ കോയിൽ. ഇതും ഒരു ഓട്ടോമാറ്റഡ് സിസ്റ്റമാണ്. അത് ഇലക്ട്രോഡ് വയർ ഫീഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഫ്രം ദ കോയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്യും. ദെൻ ഫ്ലക്സ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ജോയിൻ സ്ലൈറ്റ്ലി അഹെഡ് ഓഫ് ആർക്ക് ബൈ ഗ്രാവിറ്റി ഫ്രം ദ ഹോപ്പർ. ഒരു ഹോപ്പർ ഉണ്ട്, അതായത് അതിലേക്കാണ് നമ്മൾ ഈ ഒരു എന്താണ് പറയുക ഗ്രാനുലാർ ഫ്ലക്സ് ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനാന്നുള്ളത് ഞാൻ ഫിഗർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫ്ലക്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ജോയിൻറ്റ് സ്ലൈറ്റ്ലി അഹെഡ് ഓഫ് ആർക്ക് ബൈ ഗ്രാവിറ്റി ഫ്രം ദ ഹോപ്പർ. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി സബ്മേർജസ് ഓപ്പറേഷൻ, ദാറ്റ് ഈസ് പ്രിവെൻറ്റിങ് സ്പാർക്സ്, സ്പാറ്റേഴ്സ് ആൻഡ് റേഡിയേഷൻസ്. അതായത് കംപ്ലീറ്റ്ലി സബ്മേർജസ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. അതുപോലെ പ്രിവെൻറ്റിങ് സ്പാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പ്രിവെൻറ്റിങ് സ്പാർക്ക് ആൻഡ് സ്പാറ്റേഴ്സ് ആൻഡ് റേഡിയേഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് ഫിഗേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതിലും നിങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു ബേസ് മെറ്റൽ ഉണ്ട്, ദെൻ ഒരു മോൾട്ടൻ ഫ്ലെക്സ് ഉണ്ട്, ദെൻ ഒരു കൺസ്യൂമർ ഇലക്ട്രോഡ് കാണുന്നുണ്ട്, ദെൻ ബ്ലാങ്കറ്റ് ഓഫ് ഗ്രാനുലാർ ഫ്ലെക്സ് കാണുന്നുണ്ട്, സോൾഡിഫൈഡ് മെറ്റൽസ് കാണുന്നുണ്ട്, ഇതാണ് സ്ലാഗ് ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനാണ് ഒരു ഗ്രാനുലാർ ഫ്ലക്സ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡ് വഴി നമ്മൾ ഇതിനെ ബേസ് മെറ്റലിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമ്പം അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് മെറ്റൽ ഉരുകല്ലോ. ഈ ഉരുക്കുന്ന ടൈമിൽ നമ്മളിവിടെ ഒരു ഹോപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഹോപ്പർ വഴി നമ്മൾ ഗ്രാനുലാർ ഫ്ലക്സ് ഇതിലേക്ക് ആഡ് ചെയ്യും. ആ ഫ്ലക്സ് ഇവിടെ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് നിൽക്കും ഈ ഒരു മോളത്തെ പോർഷനിൽ. അതായത് ഇതിനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കും. അതായത് പുറത്തുള്ള ഓക്സൈഡായിട്ട് നമ്മൾ ഈ ഒരു മെറ്റൽ കോൺടാക്റ്റ് വരാൻ പാടില്ല. ഒരു ഷീൽഡഡ് ആയിട്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്തു. അതൊരു ടൈപ്പ് ഓഫ് ഗ്രാനുലാർ ഫ്ലക്സ് എന്നാണ്. ഇതിന് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഈ ഫ്ലക്സിന്. അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള
ബേസ് മെറ്റൽ ഉരുകയും അതിലേക്ക് പ്രോപ്പറായിട്ട് ഫില്ലിംഗ് നടക്കുകയും വളരെ പെട്ടെന്ന് തന്നെ സോൾഡിഫൈ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാനുലർ ഫ്ലക്സ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പുറത്ത് ഓക്സൈഡായിട്ട് റിയാക്ട് ചെയ്തൊരു പ്രോപ്പറായിട്ടുള്ള ജോയിൻറ്റ് കിട്ടില്ല. അപ്പോൾ അവിടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എല്ലാം അവോയ്ഡ് ചെയ്യും. ദെൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഗ്രാനുലർ ഫ്ലക്സിനെ നമ്മളൊരു വാക്വം സിസ്റ്റം, റിക്കവറി സിസ്റ്റം വെച്ച് ഈ ഗ്രാനുലർ ഫ്ലക്സ് കംപ്ലീറ്റ്ലി നമ്മൾ ഒരു വാക്വം സിസ്റ്റം വെച്ച് കംപ്ലീറ്റ്ലി വലിച്ചെടുത്ത് പുറത്തേക്ക് വിടുകയും ചെയ്യും. ദെൻ അവിടെ പ്രോപ്പറായിട്ടുള്ള വെൽഡ് ജോയിൻറ്റ് വരും ചെയ്യും, ഹൈ ജോയിൻറ്റ് വരും. ദെൻ എക്സ്ട്രാ നമുക്കൊരു സ്ലാഗ് ഫോർമേഷൻ വരുന്നുണ്ട്. സോൾഡിഫൈ ചെയ്യുമ്പോൾ സ്ലാഗ് ഫോർമേഷൻ. ഈ സ്ലാഗ് ഫോർമേഷൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ സാധനം ഇതിലേക്ക് കോൺടാക്റ്റ് വരുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലാഗ് ഫോർമേഷൻ വരുന്നത്. ഓക്കെ, സ്ലാഗ് ഫോർമേഷൻ വരുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതിന് തമ്മിലുള്ള ഇത് എന്താണ് ഫ്ലക്സും ഇതും തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് സ്ലാഗ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് അവസാനം നമ്മളിത് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഈ ഗ്രാനുലർ ഫ്ലക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് വാക്വം സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ സ്കിമാറ്റിക് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രോസസ്സിനെ കുറിച്ചുള്ള പറയുന്നത്. അതായത് ബേസ് മെറ്റൽ ഉണ്ട്, ഒരു വെൽഡ് മെറ്റീരിയൽസ് ഉണ്ട്, ഗ്രാനുലർ ഫ്ലക്സ് ഉണ്ട്. അതായത് നമ്മളിവിടെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇലക്ട്രോഡ് പവർ സപ്ലൈ കണക്ട് ചെയ്ത് നമ്മൾ അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്ലക്സ് ഇതിലേക്ക് ഫീഡ് ചെയ്യും. ഗ്രാനുലർ ഫ്ലക്സ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ഓക്സൈഡായിട്ടുള്ള കോൺടാക്റ്റ് ഒന്നും വരില്ല, പ്രോപ്പറായിട്ട് വെൽഡ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ദെൻ നമുക്ക് വേറെ സ്ലാഗ് ഫോർമേഷനും കാര്യങ്ങളൊന്നും വരില്ല. ദെൻ പ്രോപ്പറായിട്ട് വെൽഡ് ഫോം ചെയ്യുകയും നല്ല ക്വാളിറ്റിയും നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളുള്ള വെൽഡ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇതിനാണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ദ അഡ്വാൻറ്റേജ് ഓഫ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഇൻക്ലൂഡഡ് ഫോളോയിങ്. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഹാസ് ഹൈ 45 kg/h ഡിപ്പോസിറ്റ് റേറ്റ് ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡിപ്പോസിറ്റ് റേറ്റ് 25 kg/h ഡിപ്പോസിറ്റ് റേറ്റ് ഉണ്ടാവും. അതൊരു അഡ്വാൻറ്റേജാണ്. ദെൻ ഇതൊരു ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനാണ്. അതായത് കുറച്ചും കൂടി നല്ല പ്രോപ്പറായിട്ടുള്ള ഫിനിഷിങ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് പറയുന്നത് എന്താണ്? വെരി സ്മോൾ വെൽഡിങ് സ്മോക്ക് ക്യാൻ ബി ഒബ്സർവ്ഡ്. അതായത് ഭയങ്കര സ്മോൾ വെൽഡിങ് സ്മോക്ക് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അത് വലിയ പുകയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് ഇത് കഴിഞ്ഞിട്ടും അതുപോലെ പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താ? നോ എഡ്ജ് ട്രെയിനിങ് ഈസ് റിക്വയർഡ്. അതുപോലെ നമുക്ക് എഡ്ജിൻ്റെ അടുത്ത് വെൽഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു വെൽഡിങ്, അതായത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് യൂസ് പ്രോപ്പറായിട്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കണ്ടീഷനിൽ. നമ്മൾ ഫസ്റ്റ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് പറഞ്ഞാൽ മെയിനായിട്ട് ഔട്ട്ഡോറിലാണ് പറഞ്ഞു. ഗ്യാസ് മെറ്റിങ്ങിൽ നമുക്ക് ബോത്ത് ഔട്ട്ഡോർ ആൻഡ് ഇൻഡോറിൽ ചെയ്യാൻ പറ്റും, പക്ഷേ കൂടുതലും ഇൻഡോറിലാണ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് എന്ന് പറഞ്ഞാൽ ബോത്ത് നമുക്ക് പ്രോപ്പറായിട്ട് പുറത്തോ ഇൻഡോറിലും ചെയ്യുക, ഔട്ട്ഡോർ. ഇത് യൂസ്ഡ് ഇൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആപ്ലിക്കേഷൻസിനും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്. രണ്ടിലും പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നോ ചാൻസ് ഓഫ് വെൽഡ് സ്പ്രിങ്ക്ലേഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്മേർജ്ഡ് വിത്തിൻ ഫ്ലക്സ് ബ്ലാങ്കറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ഇൻക്ലൂഡ് ഫോളോയിങ്. ഫസ്റ്റ് വൺ ഈസ് ദ പ്രോസസ് ഈസ് ഇൻകംപ്ലീറ്റ് ടു സം പെർട്ടിക്കുലർ മെറ്റൽസ്. The process is incomplete to some particular materials. The application is imperfect to the direct seams, vessels and pipes. അതായത് മെയിനായിട്ട് ഇംപെർഫെക്റ്റഡ് ഡയറക്റ്റ് സീംസ് വെസൽസിനൊക്കെ നമ്മൾ ഈ ഒരു വെൽഡിങ് യൂസ് ചെയ്യാൻ, പൈപ്പ്സിലൊക്കെ ഈ വെൽഡിങ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദ ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഇൻ ഹാർഡ്. ഇതിൻ്റെ ഫ്ലക്സ് ഭയങ്കര ഹാർഡായിരിക്കും. ദെൻ അടുത്ത് ഹെൽത്ത് പ്രോബ്ലം ക്യാൻ ബി ഒക്കെ ഡ്യൂ ടു ഈ ഫ്ലക്സ് വരുന്നതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹെൽത്ത് പ്രോബ്ലംസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. ദെൻ അടുത്തത് സ്ലാഗ് എലിമിനേഷൻ ഈസ് ഡിസൈറബിൾ ആഫ്റ്റർ വെൽഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ലാഗ്സ് എലിമിനേറ്റ് ചെയ്തതിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ അപ്ലിക്കേഷൻസാണ് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ സ്റ്റീൽ ഫാബ്രിക്കേഷൻസ്,
ഫാബ്രിക്കേഷൻ ഓഫ് ഈ സ്ട്രക്ചറൽ സ്റ്റീൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതിനുവേണ്ടി നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഈ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് മീൻസ് ഐബേം ബീംസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു വെൽഡിങ് യൂസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് വൺ ഈസ് സീംസ് ഫോർ ലാർജ് ഡയമീറ്റർ പൈപ്പ്. അതായത് ഇത് നമ്മൾ ലാർജ് ഡയമീറ്റർ പൈപ്പ്സ്, ടാങ്ക്സ് ആൻഡ് പ്രഷർ വെസലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് വെൽഡഡ് കമ്പോണൻറ്റ് ഫോർ ഹെവി മെഷീനറി. അതായത് ഈ വെൽഡിങ് കമ്പോണൻറ്റ് ഫോർ ഹെവി മെഷീനറീസും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് സ്റ്റീൽസ് എക്സെപ്റ്റ് HIC സ്റ്റീലിൽ നമ്മൾ ഒരിക്കലും ഈ എക്സെപ്റ്റ് HIC സ്റ്റീൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നോട്ട് ഗുഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽ. അതുപോലെ നോട്ട് ഗുഡ് ഫോർ നോൺ ഫെറസ് മെറ്റലിന് അത്ര ഗുഡല്ല. ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽസ് വെൽഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഫസ്റ്റ് വൺ ഈസ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, സെക്കൻഡ് വൺ ഈസ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ആൻഡ് തേർഡ് വൺ ഈസ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം ആദ്യത്തെ സബ്മേർജ്ഡ് അല്ല, ഷീൽഡഡിൽ പറയുകയാണെങ്കിൽ മെയിനായിട്ട് സ്റ്റീൽ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അലുമിനിയം മെറ്റീരിയലൊന്നും യൂസ് ചെയ്യാനില്ല. അതിന് നമ്മൾ ഗ്യാസ് വെൽഡിങ് യൂസ് ചെയ്തു. ഗ്യാസ് വെൽഡിങ് സ്റ്റീലിനും യൂസ് ചെയ്യാം, ഈ അലുമിനിയം പോലത്തുള്ള മെറ്റീരിയലിലും യൂസ് ചെയ്യാം. പക്ഷേ അതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിനെ കുറിച്ച് തോന്നുന്നു. ഇൻഡോറിലും ഔട്ട്ഡോറിലും പൊതുവേ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെൽഡിംഗ് ആണ് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇലക്ട്രോഡിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ് കാര്യങ്ങളെല്ലാം കുറിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി വരുന്ന 2 ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്യാസ് വെൽഡിംഗ് തുടങ്ങും. കുറച്ച് ടൈപ്പ് ഓഫ് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മളും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ ഫസ്റ്റ് നമ്മൾ വെൽഡിൻ്റെ കുറച്ച് ഡിഫക്ട്സ്, അതായത് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു ഒരു വെൽഡിംഗ് പൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ വെൽഡിംഗ് പൂളിൽ 3 ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് വരുന്നുണ്ട് ഫ്യൂഷൻ വെൽഡിങ്ങിൻ്റെ. ദാറ്റ് ഈസ് അണ്ടർ ഫില്ലിംഗ്, അണ്ടർ കട്ടിങ്, ഓവർലാപ്പും അതിൻ്റെ ഫിഗറും അതെങ്ങനെയാണ് വരുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ എന്താണ് വെൽഡബിലിറ്റി എന്ന് പറഞ്ഞു, വെൽഡബിലിറ്റീൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും എന്താ പറഞ്ഞു, അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ എന്താണ് വെൽഡബിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. വെൽഡബിലിറ്റി ഓഫ് എനി മെറ്റീരിയൽ ഹെൽപ്പ് ടു ഡിറ്റർമൈൻ വിച്ച് വെൽഡിംഗ് പ്രോസസ് ഇസ് അപ്രോപ്രിയേറ്റ് ഫോർ ദ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ഹെൽപ്പ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ദ ഫൈനൽ വെൽഡ് ക്വാളിറ്റി. ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ ഫിഗേഴ്സ് നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. എക്സാമിന് വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.